ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവവചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ച വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ദൈവവചന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞു. അത് മരിച്ചതൊന്നുമല്ല, യൂദായുടെ ശരീരം കട്ടുകൊണ്ട് പോയതാണ് എന്നും പറഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് അങ്ങ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടേക്കാണ്. അപ്പം ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ എത്രയാണ് കർത്താവിൻ്റെ മരണത്തെപ്പറ്റിയും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും ഒക്കെ പിശാച് പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും, കേവലം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാത്ത ഒരു യേശുവിനെക്കുറിച്ചാണെങ്കിൽ ആർക്കും ആ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. സാധാരണ ഒരു മനുഷ്യനെ പോലെയൊക്കെ അങ്ങ് കരുതിയാൽ മതി, ഒരു പ്രവാചകനെ പോലെ കരുതിയാൽ മതി, ഒരു സോഷ്യൽ റിഫോമറെ പോലെ ഒക്കെ ചിന്തിച്ചാൽ മതി, കൂടുതലൊന്നുമില്ല. പിന്നെ കുറേ പേര് ചേർന്ന് അങ്ങ് ദിവ്യത്വം കൽപ്പിച്ചതാണ് എന്നൊക്കെ ചിന്തിക്കാനായിട്ട് നമ്മുടെ റേഷണലായിട്ടുള്ള എല്ലാത്തിനും തെളിവ് ആവശ്യപ്പെടുകയും യുക്തിപൂർവ്വം ചിന്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ മനസ്സ് പലപ്പോഴും വെമ്പും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് സംസാരിക്കുന്ന എനിക്കും ചില സമയങ്ങളിലൊക്കെ വളരെ രൂക്ഷമായ നിലയിൽ അതൊക്കെ തോന്നിയിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ അതൊരു കളവായി പോകും, തോന്നിയിട്ടുണ്ട്. എന്നാൽ തന്നെ ദൈവവചനത്തിൽ ഓരോ പ്രാവശ്യവും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തോന്നുമ്പോഴും ശത്രു നമുക്ക് തോന്നിപ്പിക്കുമ്പോഴും ഒക്കെ എത്രമാത്രം ശക്തമായ തെളിവുകളാണ് ദൈവവചനത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും എഴുതിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പം ശത്രുക്കൾക്ക് പോലും അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറയാനായിട്ട് കഴിയാതെ വണ്ണം, എന്ന് മാത്രമല്ല നമുക്കറിയാമല്ലോ അന്നത്തെ കാലത്തെ ചരിത്രകാരന്മാർ വരെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും അത്തരം പുസ്തകങ്ങളൊക്കെ ഇന്നും അവൈലബിൾ ആണെന്നുള്ളതും, അല്ലാതെ ആരെങ്കിലും 4 പേര് നേരത്തെ നമ്മൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ വചനത്തിൽ എഴുതപ്പെട്ട് കാണുന്ന പോലെ അവർ ശിഷ്യന്മാർ കട്ടുകൊണ്ട് പോയി അവനെ ദൈവത്വം കൽപ്പിച്ചതാണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ ഈ പുനരുത്ഥാനത്തെപ്പറ്റി ഒക്കെ ചിന്തിക്കുമ്പം ഒരു വീഡിയോ കണ്ടതിൽ ആ ദൈവദാസൻ പറയുന്ന ഒരു പ്രധാന കാര്യം എനിക്ക് വളരെ ലോജിക്കലായിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെ നടക്കുന്നത് യെരുശലേമിൽ ഇതൊക്കെ നടക്കുമ്പം ഇതാ അവൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഒഴിഞ്ഞ കല്ലറ കാണിച്ചുകൊണ്ടാണ് ആ അപ്പോസ്തലന്മാർ ആദ്യകാലത്ത് പ്രസംഗിച്ചത് എന്ന് ഓർക്കുമ്പം ഇതുപോലെ കട്ടെടുത്തുകൊണ്ട് പോയിട്ട് പ്രസംഗിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും അവരെ അന്നത്തെ കാലത്ത് ന്യൂനപക്ഷമായിരുന്ന കാലത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അവർക്ക് ആളോ അർത്ഥമോ ബലമോ ഒന്നും ഇല്ലാതിരുന്ന ഈ കാലത്ത് ഈ ബലഹീനരായ ഈ 12 പേർക്ക് അത് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അധികാരികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ഇത് തന്നെ കുറച്ച് കഴിയുമ്പം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഭാവിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ പറയുക, മഹാപുരോഹിതൻ പറയുക, അവൻ്റെ രക്തം ഞങ്ങളുടെ തലമേൽ വരുത്തുവാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാരെ ശാസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ട് ചില ദിവസങ്ങൾക്ക് ശേഷം ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ അത് നടക്കാത്ത ഒരു പ്രസംഗമാണെങ്കിൽ നമ്മളൊന്നും അത്ര പ്രസക്തരല്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ശബ്ദം ഉയർത്തിന്ന് വരും. നമ്മൾ അന്ന് വരെ ഇതിനൊന്നും എതിരെ ശബ്ദം ഉയർത്തിയില്ലെങ്കിലും ഈ പറയുന്ന പച്ചക്കള്ളമാണ്, ഇത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല, ഇവന്മാർ തട്ടിപ്പാണ് കാണിക്കുന്നതെന്ന് ഇത്രയധികം ഭരണകൂടത്തിൻ്റെ മുന്നിലും ഇത്രയധികം ആൾക്കാരുടെ മുന്നിലുമൊക്കെ വിധിക്കപ്പെടുമ്പോൾ എത്ര നിർദ്ദയമായിട്ട് ഈ ശിഷ്യന്മാരെ വിധിക്കാനും അവർ പറയുന്നത് കളവാണെന്ന് തെളിയിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സുവിശേഷങ്ങൾ എഴുതി, മർക്കോസിൻ്റെ സുവിശേഷം അതുപോലെ മത്തായിയുടെ സുവിശേഷമൊക്കെ ആദ്യം എഴുതപ്പെട്ട സുവിശേഷങ്ങളാണെന്നാണല്ലോ നമ്മൾ വിവക്ഷിക്കുന്നത്. ഇതൊക്കെ എഴുതപ്പെട്ടെങ്കിലും ആരും അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞതായിട്ടോ ദൈവവചനത്തിലോ ചരിത്രത്തിലോ എങ്ങും നമുക്ക് വായിക്കാൻ കഴിയാതെ വണ്ണം അത് സ്ഥാപിക്കപ്പെട്ട ഒരു സത്യം തന്നെയായിരുന്നു, എല്ലാവരും അംഗീകരിച്ച ഒരു സത്യം തന്നെയായിരുന്നു എന്നുള്ളതും അതിനുശേഷം എത്രയോ കാലയളവ് കഴിഞ്ഞിട്ടുള്ള പല ആൾക്കാരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യത്തിന് നിരക്കാത്തതാണെന്ന് ചിന്തിക്കാനായിട്ട് വലിയ ലോജിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വെറും അനാവശ്യവും അസ്ഥാനത്തും സത്യത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞതും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള പിശാചിൻ്റെ കുൽസിത ശ്രമങ്ങൾ മാത്രമാണ് അത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊന്നും ഈ വാക്കുകൾക്കൊന്നും അർത്ഥമില്ല. എന്നാലും
പിന്നെയും ഗീബൽസിൻ്റെ തന്ത്രം എന്നുള്ള പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് ഇങ്ങനെ നിൽക്കുന്ന ചില ആൾക്കാർ അതിനാൽ സ്വാധീനിക്കപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ തന്നെ ഓർക്കുക. കാരണം ഞാൻ ചെറിയ പ്രായത്തിൽ ശ്രീലങ്ക റേഡിയോയിൽ കൂടെ ബൈബിൾ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അത് പേര് പറയുന്നില്ല. അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഈ കൊരിന്ത്യ ലേഖനവും അതുപോലെ ആശ്രയമേശുവിൽ എന്നതിനാൽ എന്നുള്ള പാട്ടും ഇതൊക്കെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലത്ത് തന്നെ ഞാനിത് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. ശ്രീലങ്ക റേഡിയോയിലുള്ള പാട്ടുകൾ കേൾക്കുന്നത് അന്ന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ 1-2 സുവിശേഷ പരിപാടികളും കാണും, അതും നമ്മൾ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ പല പാട്ടുകളും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ബൈബിളും ഒക്കെ കേൾക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അന്ന് അവജ്ഞയോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അത്രയും വർഷങ്ങൾ ദൈവവചനം പ്രസംഗിച്ച അദ്ദേഹം എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരൻ്റെ അമ്മാവനാണ് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് കേട്ട കേൾവികൾ കേട്ടപ്പം ഇത്രയും വർഷങ്ങൾ ഈ ദൈവവചനം പ്രസംഗിച്ച ദൈവഭക്തന്മാരെ പോലും ശത്രു എങ്ങനെ വീഴ്ത്തിക്കളയുന്നു, മറ്റൊരു വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഓർത്തപ്പോൾ നമ്മളാരും അതിനൊന്നും ഇമ്മ്യൂണല്ല എന്നുള്ള ഒരു ചിന്ത. എത്ര വലിയ യാഥാർത്ഥ്യങ്ങൾ പ്രസംഗിച്ചാലും വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെന്ന് എബ്രായ ലേഖനക്കാരൻ പറയുന്ന പോലെ അത്തരമുള്ള ചില സ്വാധീനങ്ങൾക്ക് ബലഹീന അവസരങ്ങളിൽ നമ്മളും വിധേയരായി തീർന്നേക്കാം എന്നുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹം ഇന്ന് വിശ്വാസം കൊളത്തിപ്പോലും ഇല്ല. അത് കാരണം അദ്ദേഹത്തിൻ്റെ അനന്തരവനെൻ്റെ അടുത്ത കൂട്ടുകാരനായതും അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അറിയാനായിട്ട് ഇടയായത്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനായിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം എത്ര പേരെയാണ് ഇത് സ്വാധീനിക്കുന്നത്, ഈ ബോഷ്കിൻ്റെ ആത്മാവെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലുള്ള പലരെയും നമുക്കറിയാമല്ലോ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ ഇന്നലെ പിന്നെയും ചിന്തിപ്പിച്ച ഒരു കാര്യം, നമ്മൾ ആ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലും ഇതര സുവിശേഷങ്ങളിലും വായിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ചില സ്ത്രീകളുടെ പേരാണ് മറിയ എന്ന് പറഞ്ഞ് ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയ, അതുപോലെ മഗ്ദലക്കാരത്തി മറിയ. അതിൽ ഈ മഗ്ദലക്കാരത്തി മറിയ എന്നുള്ള പേര് എത്ര പ്രാവശ്യം ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് നോക്കണം. ഇവിടെ മാത്രമല്ല മറ്റുള്ള സുവിശേഷങ്ങളിലും കൂടെ പറഞ്ഞിരിക്കുന്നത് എടുത്തൊന്ന് നോക്കണം. ആ കല്ലറയ്ക്കൽ വെച്ചു ആ കല്ലറ കണ്ടിട്ടും കൂടെയാണ് അവരവിടുന്ന് പോയത്. അതുപോലെ തന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവർ വന്നു എന്നൊക്കെ ഉള്ളത് ആ സ്ത്രീകൾ എത്രമാത്രം കർത്താവിൻ്റെ വെൽബീയിങ്ങിലൊക്കെ തൽപരരായിരുന്നു. ആരെയും ഭയപ്പെടുത്തുന്നത്, ശിഷ്യന്മാരൊക്കെ ഭയപ്പെട്ടു പോയ സാഹചര്യത്തിലും ഈ സ്ത്രീകൾ അത് അവിടെ നിന്നിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ, ഇവിടെ മാത്രമല്ല 4 സുവിശേഷങ്ങളിലും പറയപ്പെട്ടിരിക്കുന്ന വചനഭാഗമാണല്ലോ, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പം നമുക്കിവിടെ കാണാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടം ആൾക്കാർ. ആരുടെയൊക്കെ ആവശ്യമായിരുന്നത്? പീലാത്തോസിൻ്റെ ആവശ്യമായിരുന്നു, മഹാപുരോഹിതന്മാരുടെ ആവശ്യമായിരുന്നു, അവിടെയുള്ള യഹൂദ പ്രമാണികളുടെ ആവശ്യമായിരുന്നു, മറ്റു പലരുടെയും ആവശ്യമായിരുന്നു ഇദ്ദേഹം ഉയർത്തെഴുന്നേൽക്കരുത് എന്നുള്ളൊരു ആഗ്രഹം. എന്നാൽ നമുക്കറിയാൻ കഴിയും ആർക്ക് വേണ്ടിയാ ഉയർത്തെഴുന്നേറ്റ്, ആർക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ചിന്തിച്ചതുപോലെ ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ മരിച്ചത് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എന്ന് ആത്യന്തികമായിട്ട് ചിന്തിക്കാൻ കഴിയും. മരിക്കേണ്ടത് പലരുടെ ആവശ്യമായിരുന്നു, ഉയർത്തെഴുന്നേൽക്കേണ്ടത് അവരുടെ ഒന്നും ആവശ്യമല്ലായിരുന്നു. അതുകൊണ്ട് അവരതിന് ഉറപ്പാക്കുന്ന ഒരു നടപടിയാണ് നമുക്കിവിടെ പിന്നെ കാണാനായിട്ട് കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പം കർത്താവിൻ്റെ മരണത്തെ ഉറപ്പാക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ കർത്താവ് മരിച്ചു എന്ന് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധ്യതയുള്ള എന്തെല്ലാം സാഹചര്യങ്ങളുണ്ട് നമുക്കറിയാമല്ലോ. അവിടെ കർത്താവിനെ അനുകൂലിക്കുന്ന ആൾക്കാരും എന്ന് പറയുന്നത്, ശിഷ്യന്മാരെന്ന് പറയുന്നത് വലിയ കഴിവുള്ള ആൾക്കാരോ ശ്രേഷ്ഠരായ ആൾക്കാരോ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾക്കാരോ ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരൊക്കെ കേവലം ബലഹീനരും മുക്കുവന്മാരും
പേടിച്ചോടിപ്പോയാലും ഇവർ ശിഷ്യന്മാരാരുമില്ല, അവരെല്ലാം ഓടിപ്പോയിരിക്കുക. എവിടെ ഉണ്ടെന്ന് ഇനിയും തപ്പി നോക്കി കണ്ടെത്തണം. അതുപോലെ അവരൊക്കെ ഒളിച്ച് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാ കർത്താവിന് ഹോസ്റ്റൈലായിട്ട് ഉള്ളതെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഭരണകൂടം അനുകൂലമല്ല, റോമാ ഭരണകൂടം അനുകൂലമല്ല, അദ്ദേഹത്തെ വധിക്കണമെന്ന് വിധിച്ചു കഴിഞ്ഞു. അതുപോലെ യഹൂദന്മാരാരും അനുകൂലമല്ല, വേറെ ആരും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ മരണം ഉറപ്പാക്കുന്ന ചില കാര്യങ്ങളും കൂടെ അതിനോട് ചേർന്ന് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ക്രൂശിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ തുടർന്ന് ചിന്തിക്കാമല്ലോ. റിപ്പോർട്ട് വന്നു കഴിയുമ്പം വിലാപ്പുറത്ത് കുത്തുകയും രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്ത് മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ് ക്രൂശിൽ നിന്ന് കർത്താവിനെ ഇറക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ പല പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു തട്ടിപ്പായിരുന്നു ഇത് എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധ്യമല്ലാത്ത നിലയിൽ തന്നെയാണ് കർത്താവ് മരിച്ചത്. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ. കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞ 7 മൊഴികളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ അല്പമായിട്ട് നമ്മളതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാനായിട്ട് ഇടയായി. വിവരിച്ചൊന്നുമില്ല, വിവരിക്കാനായിട്ട് ഇന്നലെ നമുക്ക് സമയമില്ലായിരുന്നു, അങ്ങനെ സാധിച്ചല്ലോ. നോക്കിയാട്ടെ, ഇങ്ങനെയുള്ളൊരു സമയത്താണ് അത്രയും നേരം പേര് പറയപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ രംഗപ്രവേശം ചെയ്യുന്നത്. നമുക്കറിയാം, ഈ രഹസ്യ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അവരെക്കുറിച്ച് കേൾക്കുമ്പം ഒരു അവജ്ഞയാണ്. അത് അവജ്ഞയൊന്നും പെടേണ്ട കാര്യമില്ല. എന്നാൽ തന്നെ നമുക്കറിയാം അത് എന്തുകൊണ്ടാണ് ഈ രഹസ്യത്തിൽ ഇരുന്നത് എന്നുള്ളത്. അത് യഹൂദന്മാരെ പേടിച്ചിട്ടാണെന്നുള്ളതും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യ ശിഷ്യനായിട്ടിരുന്ന നമുക്കറിയാം. നിക്കോദിമോസ് എപ്പോഴാണ് വരുന്നത്? രാത്രിയിലാണ് കയറി വന്നത്. കർത്താവിനോട് വന്ന് പറയുക, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അതേസമയം തന്നെ അവരെക്കുറിച്ചുള്ള ചില പ്രതിപാദനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവരാജ്യത്തെ കാത്തിരുന്നവരാണ് എന്നുള്ളതും നമുക്ക് അറിയാം. എന്ന് മാത്രമല്ല, എനിക്ക് രസം തോന്നിയത്, ഈ ലോകത്തിലെ ഒരു മനുഷ്യന് പരമാവധി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എൻ്റെ പിതാവ്, ഞങ്ങളൊക്കെ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയൊരു കാലമുണ്ട്. എന്നാലും ഒരു ചെറിയൊരു എമൗണ്ട് അച്ഛൻ്റെ ബാങ്കിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു, അച്ഛാ ഈ ബാങ്കിൽ എന്തിനാ ഈ കാശ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ്, അത് എനിക്ക് മരിച്ചു കഴിഞ്ഞാലുള്ള ക്രിയകളൊക്കെ ചെയ്യാനും എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഞാൻ വെച്ചേക്കുക, അത് ഞാൻ എന്തോ വന്നാലും ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ദൈവകൃപയാൽ അതിനുശേഷം ഞങ്ങളൊക്കെ സാമ്പത്തികമായിട്ടും മറ്റു നിലയിലൊക്കെ കഴിവുള്ളവരായിട്ട് തീർന്നു എന്നുള്ളത് അറിയാമല്ലോ. അപ്പം തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഇതിനു വേണ്ടി ഈ കാത്തുവെച്ച ഈ കാശ് പലപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം എടാ, ഈ മക്കളെക്കുറിച്ചൊക്കെ എന്തോ പറയാൻ പറ്റും, അവന്മാരുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്ത് വല്ല പ്രവചനാതീതമായ ഒരു, അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണല്ലേ. എങ്ങാനും അങ്ങനെ ഞാൻ മരിച്ചിട്ട് എന്നെ മറവ് ചെയ്യാനായിട്ട് എൻ്റെ മക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന് സഹായകമായിട്ട് അദ്ദേഹം ബാങ്കിൽ ഒരു എമൗണ്ട് ലാസ്റ്റ് അതെടുക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാശൊന്നും എടുക്കേണ്ട അവസ്ഥയൊന്നും വന്നില്ല. അല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇപ്പം ഇനിയും വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളൊക്കെ ആയി, ഇനിയിപ്പോൾ ജീവിതത്തിലെ പ്രധാന സംഭവം എന്തുവാ? ഒന്നുകിൽ കർത്താവിൻ്റെ വരവ്, ഇല്ലെങ്കിൽ നമ്മുടെ മരണം. അതല്ലാതെ ഇനിയും പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നുമില്ല. കൊച്ചുമക്കളെ കാണാം, അല്ലെങ്കിൽ സഭ ഇനിയും 2-3 സ്ഥാപിക്കാം നമുക്ക് ആ നിലയിൽ ചിന്തിക്കാം. എന്നാൽ തന്നെ ഇനി ദ മെയിൻ ഇൻസിഡന്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ അവർ ലൈഫ്, ഇൻ മൈ ലൈഫ് മേ ബി, അത് മരണം തന്നെയാ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാ. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം നമുക്കറിയാമല്ലോ, ലോകത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ഒരു അനുഭവം എന്താ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായിട്ടുള്ള നമുക്ക് അത് പ്രത്യാശയോടെ ചിന്തിക്കാനായിട്ട് പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ, ലോകത്തിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ ഏലിയാവിൻ്റെ വിധവയുടെ കാര്യം വായിക്കുന്ന പോലെ, ഒരു അപ്പത്തിനുള്ള മാവും ഉണ്ട്, ഒരു നേരത്തെ ഇത്തിരി എണ്ണയും ഉണ്ട്. അത് കൊണ്ട് ഒരു ദോശ ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കി തിന്നതിന് ശേഷം മരിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ എല്ലാ പ്രത്യാശയും തീർന്നു, കല്ലറയും കെട്ടി കാത്തിരിക്കുന്ന ഒരു ധനവാൻ, നമ്മൾ ഉള്ളിൽ വിങ്ങിക്കൊണ്ടിരിക്കുന്ന ധനവാൻ എന്നൊക്കെ വായിച്ചിട്ടുള്ള പോലെ, അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും അങ്ങനെ ഒരു ലോകമനുഷ്യനായിരുന്നു. അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവരാജ്യത്തിന്റെ പ്രത്യാശ ഉണ്ടായിരുന്നു.
എന്നാൽ തന്നെ ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യാശ ഉണ്ടായിരുന്നെങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി അറിയാത്തത് കൊണ്ടും സെന്നിധിരിൻ കൗൺസിലൊക്കെ അംഗമായിരുന്നു, എന്നൊരു സത്യാന്വേഷിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് എന്താണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ, ഇങ്ങനെ പല ഗുണങ്ങൾ കർത്താവിൻ്റെ ദാസനെല്ലാം പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ എസ് ജോർജ് പാസ്റ്റർ കൂടെ ഉണ്ട്. അതുകൊണ്ട് അല്പസമയം അദ്ദേഹത്തിനും സംസാരിക്കാനായിട്ട് നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു 10 മിനിറ്റും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നോക്കിയാട്ടെ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ കർത്താവ് അല്ലെങ്കിൽ ഇങ്ങനെ കല്ലറയും കെട്ടി കാത്തിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്കൊരു എത്ര വളരെ ധനികനായ മനുഷ്യനാണ്. ചിലർ പറയുന്നത് ആ ഗെത്സമന തോട്ടം തന്നെ ഒരുപക്ഷെ യോസേഫിൻ്റെത് ആയിരുന്നായിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. അതും ഒരു അഭിപ്രായമാണ്. എന്നാൽ നമുക്കറിയാം, ഈ ക്രൂശിച്ച സ്ഥലത്തിന് അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കല്ലറയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന തോട്ടവും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ വളരെ മാർബിൾ കല്ലിൽ, ചുണ്ണാമ്പ് കല്ലിലൊക്കെ കൊത്തി റെഡിയാക്കി കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ, ഈ മരിക്കുമ്പോൾ ആരും ഗൗനിക്കത്തില്ലെങ്കിലും, അല്ല ജീവിച്ചിരിക്കുമ്പോൾ ഗൗനിക്കത്തില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും. അതുകൊണ്ട് പണ്ടാരോ ഒരു വിശുദ്ധൻ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് പാട്ട് പാടാനൊന്നും ആരും വരണ്ട, ആരും എന്നെ പ്രശംസിക്കാനും വരണ്ട. ഞാൻ കേട്ടിട്ടുണ്ട്, ബിജോ ബ്രദറിനൊക്കെ ക്ലോസ് ആയിട്ട് അറിയാൻ, ഞാൻ കണ്ടിട്ടില്ല. ക്യാപ്റ്റൻ സാമുൽ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ വെച്ചാണ് മരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പം ഞാനവിടെ പോയിക്കൊണ്ടിരുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ് ആ പാസ്റ്ററാണ് അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സമയത്താണ് മരിക്കുന്നതെന്നും അങ്ങനെ അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ആ കാലത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു, ഇന്ന ആൾ എൻ്റെ ശവസംസ്കാരം നടത്തിയേച്ചാൽ മതി, ഇന്ന ആൾക്കാർ ഇതിൽ പ്രസംഗിക്കാവൂ, വേറെ ആരെ കൊണ്ടും പ്രസംഗിപ്പിക്കുകയും വേണ്ട, പ്രാർത്ഥിപ്പിക്കുകയും വേണ്ട എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ കാപട്യമായിട്ട് സ്നേഹവും പ്രശംസയും ഒക്കെ ചൊരിയാൻ ഏറ്റവും പറ്റിയൊരു സമയമാണല്ലോ ഈ മരിക്കുന്ന സമയം. മരിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളാണെങ്കിൽ പോലും പിന്നെ തിന്മയൊന്നും പറയാതെ നന്മ വന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്ന സമയമാണ്. മരിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ സ്നേഹവും ആദരവും പ്രശംസയും ഒന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ചിലരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുക, കല്ലറയും കെട്ടിക്കാത്തിരി. ഒരു മനുഷ്യന് ഈ കല്ലറയ്ക്കപ്പുറം ചിന്തിക്കാനായിട്ട് എന്താ ഉള്ളത്? അപ്പോൾ മരിക്കുമ്പോൾ ഒരു റോയലായിട്ട് വന്നിട്ട് ആൾക്കാരൊക്കെ എന്നെ കാണട്ടെ, എൻ്റെ കല്ലറ കാണട്ടെ. നമുക്കറിയാം, ചില മാർബിളൊക്കെ പതിച്ച കല്ലറകൾ നമ്മൾ ഇന്നും കാണുന്നുണ്ടല്ലോ. ജനിച്ചത് മരിച്ചതൊക്കെ അവിടെ എഴുതി വെച്ച്, തറവാടിൻ്റെ പേര് എഴുതി വെച്ച് ഒക്കെ അവിടെ അഭിമാനത്തോടെ കിടന്ന് നിദ്ര പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ അപ്പച്ചന്മാരെയും സഹോദരങ്ങളെയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇതിനപ്പുറത്തേക്ക് എന്താ ചിന്തിക്കാനുള്ളത്? അങ്ങനെ അദ്ദേഹം കാത്തിരുന്ന സമയത്തായിരിക്കും. കാരണം ഇനി ആകെ ചെയ്യാനുള്ളത് റോയലായിട്ടുള്ള ഒരു മരണമാണ്. അതിനുവേണ്ടി സന്നാഹങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കാശും അദ്ദേഹത്തിൻ്റെ സൗകര്യമൊക്കെ വെച്ച് അദ്ദേഹം ഒരുക്കി തനിക്ക് വേണ്ടി തന്നെ വെട്ടിയിരുന്നതാണ് എന്ന് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അന്നേരമാണ് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നിത്യജീവൻ നൽകും എന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നത്. എന്നൊരു വ്യത്യാസമായിരുന്നായിരിക്കും ഈ അരിമത്തിയിലെ യോസേഫിൻ്റെ ഹൃദയത്തിലുണ്ടായത്. എന്തുമാത്രം വ്യത്യാസമായിരിക്കും നിക്കോദിമോസിൻ്റെ ഹൃദയത്തിലുണ്ടായത്. ഇതുപോലുള്ള പല പ്രമാണികളും കർത്താവ് പറയുന്നതിനെ വിശ്വസിച്ച്, നമുക്കറിയാം ചില സമയങ്ങളിലൊന്നും അവർ ഏറ്റു പറഞ്ഞില്ല. എന്നാൽ അപൂർവമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ എനിക്കൊന്ന് 7-ാം അധ്യായത്തിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, നീയും ഗലീലയിൽ നിന്നുള്ളവനോ എന്ന് നിക്കോദിമോസിനോട് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ ചെയ്തത് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ നിക്കോദിമോസിനോട് ചോദിക്കും, നീയും ഗലീലക്കാരനോ ഒന്ന് നോക്കിക്കൊള്ളുവിൻ എന്ന് അവിടെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വേറൊരു മെന്റാലിറ്റിയുള്ള ചില ആൾക്കാരുടെ ഇടയിൽ ഈ സന്നിധി സംഘത്തിൽ അവർ ഇരിക്കുകയും, എന്നാൽ അവർക്ക് കൃത്യമായിട്ട് അവർ അന്ന് വരെ ഭീകരമായ മരണം, പ്രത്യാശയില്ലാത്ത ഒരു അനുഭവം എന്നൊക്കെയുള്ളൊരു നിലയിൽ ഒരു മരണത്തെപ്പറ്റി ഭയത്തോടെ ചിന്തിച്ചിരുന്നു. മരണഭയത്തിന് എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ ജീവപര്യന്തം മരണഭീതിയാൽ അടിമയായിരുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ, ഇനി ഈ കല്ലറയല്ല, ഈ കല്ലറയിൽ കിടന്ന് മരിക്കുന്നതല്ല എൻ്റെ ജീവിതത്തിലെ ഇനി ശ്രേഷ്ഠമായ അനുഭവം. ആ ഉയിർപ്പിൻ്റെ പൊൻപുലരിയിൽ ഇയ്യോബ് പറയുന്നത് പോലെ ഞാൻ ദേഹസഹിതനായി ഞാൻ അവനെ കാണും, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ അങ്കുരിക്കുവാൻ, ഉയർന്നു വരുവാൻ ഇടയായിത്തീർന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക.
ഈ മരണത്തിനപ്പുറം ഈ റോയലായിട്ടുള്ള അല്ലെങ്കിൽ ഈ മാർബിളിലൊക്കെ വെട്ടി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ കല്ലറയിൽ സുഖമായിട്ട് കിടക്കാമെന്നുള്ളതല്ല, അതിനേക്കാളും അപ്പുറത്ത് വെളിച്ചങ്ങളുടെ രാജ്യത്ത് ചില നീതിമാന്മാർ സൂര്യനെ പോലെയും ഒക്കെ ശോഭിക്കും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യന് മരണത്തിനപ്പുറം പ്രത്യാശിക്കാൻ, റോയലായിട്ടുള്ള ഒരു മരണത്തിനപ്പുറം പ്രത്യാശിക്കാൻ, ഈ കല്ലറയിൽ സുഖമായി കിടക്കാം എന്നുള്ളതിനപ്പുറം പ്രത്യാശിക്കാനും അതിൻ്റെ ഉറപ്പ് പ്രാപിക്കാനുമായിട്ട് നമുക്കറിയാമല്ലോ, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ ഈ സുവിശേഷം എന്ന് നമ്മൾ തിത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ സകല മനുഷ്യർക്കും ഭാഗ്യകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയത്തക്കവണ്ണം പ്രിയപ്പെട്ടവരെ, എന്തൊരു രൂപാന്തരമായിരിക്കും ഈ അരിമത്യയിലെ യോസേഫിന്റെ ജീവിതത്തിൽ. രഹസ്യമായിട്ടെങ്കിലും, പരസ്യമല്ലായിരിക്കാം, രഹസ്യമായിട്ടെങ്കിലും. കാരണം യഹൂദന്മാരെ പേടിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയുള്ള നിർണായകമായ അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും ഇനി മുന്നോട്ട് വരുന്നത്. നമ്മളൊക്കെ നമുക്കറിയാം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ജീവിക്കാനായിട്ട് പഠിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ അധികം പേരും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം, അതാണ് നമ്മുടെ ഗവേഷണം. അത് ലോകത്തെ പിണക്കുകയും വേണ്ട, കർത്താവിനെ പിണക്കുകയും വേണ്ട. ലോകത്തെയും പ്രസാദിപ്പിക്കണം, കർത്താവിനെയും പ്രസാദിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു പോകുന്ന പല നമ്മുടെ മുന്നോട്ട് പോക്കിൽ ഞാൻ പറയുക, നമ്മളൊരു സ്റ്റാൻഡ് എടുക്കേണ്ടിയ ഒരു നമ്മളൊരു ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു തീരുമാനം എടുക്കുകയും നമ്മളൊരു നിലപാട് സ്വീകരിക്കേണ്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറെ നാളൊക്കെ വാലും തലയും കാണിച്ച് ഇടയ്ക്കും മുള്ളിനും കേടില്ലാതൊക്കെ ഇങ്ങനെ ഊളിയിട്ടൊക്കെ നടന്നു, പിടികൊടുക്കാതെ നടന്നു. രഹസ്യമായിട്ടൊക്കെ വന്ന് കേൾക്കും, എന്നാൽ പരസ്യമായിട്ട് വലിയ പ്രതികരണങ്ങൾക്കൊന്നും ഇല്ല. എന്നാൽ ഇതാ പരസ്യ പ്രതികരണം നടത്തിയവരാരും ഇപ്പൊ സ്ഥലത്തില്ല. അവർക്കാർക്കും പ്രതികരിക്കാൻ കഴിയുന്നുമില്ല. അപ്പോഴായിരിക്കാം ഇദ്ദേഹം ചിന്തിച്ചത്, ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്കറിയാലോ, കർത്താവിൻ്റെ മരണം കർത്താവ് മുൻകൂട്ടി പ്രവചിച്ചതാണെങ്കിലും കർത്താവ് ഇതുപോലെ കല്ലറയോ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടൊന്നും അല്ല മരിച്ചത്. എന്നാൽ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം, അത് കർത്താവിന് തൈലം പൂശിയത് ശിഷ്യന്മാർ എതിർത്തപ്പം കർത്താവ് പറഞ്ഞല്ലോ, ഇത് അവളെൻ്റെ ശവസംസ്കാര ദിവസത്തിന് വേണ്ടി ആകുന്നു എന്ന് പറയാനിടയായി തീർന്നത് പോലെ ഞങ്ങളുടെ മർത്തോമ കോളേജിലെ പ്രൊഫസറായിരുന്ന മാത്യു പി തോമസ് സാറിൻ്റെ പ്രസംഗം ഞാൻ എപ്പോഴും ഓർക്കും. നിങ്ങളിൽ പലരും അത് കേട്ട് കാണും. അദ്ദേഹം ജനിച്ചത് ഒരു പശു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബൈബിള് വായിക്കാൻ പോയപ്പം ഒരു ബൈബിള് മേടിച്ച് വായിച്ചു. അദ്ദേഹം അതുപോലെ ഓരോന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഒരുക്കപ്പെട്ട് ടാക്സ് കൊടുത്തത് മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് എന്ന് പറഞ്ഞതുപോലെ അവസാനം അദ്ദേഹത്തിന് ഒരു കല്ലറ ഒരുങ്ങിയതും അതെല്ലാം ദൈവത്താൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗം ഇന്നും ഓർക്കുന്നുണ്ട്. നോക്കിയാട്ടെ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, കർത്താവ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ യോസേഫിന് തോന്നിക്കാണും, ഞാൻ ഇപ്പോഴല്ല ഈ സാക്ഷ്യം ഞാൻ വഹിക്കുന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണ് വഹിക്കാൻ പോകുന്നത്? ഞാൻ സ്നേഹിക്കുകയും എൻ്റെ ജീവിതത്തിൽ കല്ലറയ്ക്കപ്പുറമുള്ള പ്രത്യാശ നൽകുകയും ചെയ്ത എൻ്റെ കർത്താവിനെ അവൻ ഈ ഒരു അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്ര ഉന്നതമായ സ്ഥാനത്തും പ്രധാന സ്ഥാനത്തും യഹൂദന്മാരുടെ സന്നിധി സംഘത്തിലും അതുപോലെ ഒരു മന്ത്രിയും സമൂഹത്തിൽ വലിയ സ്ഥാനവും ധനികനും ഒക്കെ ആയിട്ടുള്ള ഞാൻ എൻ്റെ വിശ്വാസം വെളിപ്പെടുത്തുകയും എൻ്റെ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം എനിക്ക് ഇടയായി തീർന്നില്ലെങ്കിൽ, ഞാൻ ആ മനുഷ്യൻ്റെ പക്ഷത്തു നിന്ന് മാത്രം പറയും, ദൈവത്തിൻ്റെ നിർണയം എന്നുള്ള ഭാഗത്തു നിന്ന് പറയുമല്ല. ഇനി എപ്പോഴാണ് ഇത് ചെയ്യാൻ പോകുന്നേ? നമ്മളെപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യട്ടെ, കാരണം ഒരു മോബ് സൈക്കോളജി എന്ന് പറയുന്നത് അങ്ങനാണല്ലോ. ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? നമുക്കറിയാം, 1000 പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ആരെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കുകയില്ല. ഒരാളുടെ പേര് പറഞ്ഞാൽ പ്രാർത്ഥിക്കും ചിലപ്പം എന്ന് നമുക്കറിയാമല്ലോ. കാരണം നമ്മൾ ഞാൻ വേണ്ട അവനാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം അധികമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ
നമുക്കറിയാം, നിർണായകമായ തീരുമാനവുമായിട്ട് ജീവിതത്തിൽ ക്രിസ്തു പ്രവർത്തിച്ച് കഴിയുമ്പോൾ, അവൻ്റെ നന്മ അനുഭവിച്ച് കഴിയുമ്പോൾ, ഈ നിത്യജീവന്റെ പ്രത്യാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ, ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയാത്ത ഒരു ധൈര്യത്തിലേക്കും ഒരു ഒരു ഉറപ്പിലേക്കും ഒരു വ്യക്തി വരികയും, മറ്റുള്ളവരാൽ എനിക്ക് നേരിടാൻ പോകുന്ന ചില എതിർപ്പുകളും പ്രയാസങ്ങളും നിന്ദകളും ഒരുപക്ഷെ സന്നിധി സംഘത്തിൽ നിന്ന് തന്നെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ നശിപ്പിച്ചേക്കാം, എന്നാലും കുഴപ്പമില്ല എന്നൊരു അതിന് ആ കോസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് എടുത്ത ഒരു തീരുമാനമെന്നേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് പേടിയുള്ളവർ ഓരോരോ കാര്യങ്ങളും ഇരുന്ന് എണ്ണി 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 പറയും. പ്രിയപ്പെട്ടവരെ, എത്ര പേടിയുള്ളവരെയും ആ പേടി മാറ്റി ധൈര്യം നൽകുന്ന ഒരു സുവിശേഷവും ഉയർത്തെഴുന്നേൽപ്പും ഒരു പ്രത്യാശയുമാണ് നമ്മൾ പ്രസംഗിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ അരിമത്തിയിലെ യോസേഫിൻ്റെ ഈ വരം. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, ഇത്ര അസുലഭമായിട്ടുള്ള ഒരവസരം ലഭിച്ചല്ലോ. തുടർന്ന് പറയുകയാണ്, ഇനി കല്ലറ ഉറപ്പാക്കണം. ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ ജീവിച്ചിരുന്നപ്പം ചെയ്ത ചതി? ഞാൻ ദൈവപുത്രനാണെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വിചാരം ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മനസ്സിലായില്ല എന്നാ. കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതിൻ്റെ തെളിവ് അവർ ഈ പറയണേ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ശിഷ്യന്മാർ മറന്നുപോയി ഇതൊക്കെ, എന്നാൽ അവർ ഇതൊക്കെ ഓർക്കുന്നുണ്ട്. അത് ഒരു കാരണവശാലും അവർ ഉയർത്തെഴുന്നേൽക്കരുത്, ഒരു കാരണവശാലും ഉയർത്തെഴുന്നേൽക്കരുത്. നമ്മുടെ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ മുദ്ര വെച്ച് അത് ഉറപ്പാക്കി സീലും വെച്ച് ഒരു ഉറുമ്പ് പോലും ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറരുത്. ഉറുമ്പ് കയറി കാണും, ഇല്ലെന്നല്ല, ഞാൻ കയറരുതെന്നുള്ള നിലയ്ക്ക് അത് അടച്ചുറപ്പാക്കി വെക്കുന്ന ഒരു സാഹചര്യം. ആരോടായി എന്തുവായി മുദ്രയിടുന്നേ? ആരെയായി മുദ്രയിടുന്നേ? ആരെയായി അടച്ചു വെക്കുന്നത് എന്ന് അവർക്ക് എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്യുമോ? അവരറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ തന്നെയുള്ള അനുഭവമാണ്. മാനുഷികമായിട്ടുള്ള ചിന്തയിൽ അവർ എന്തൊക്കെ ചെയ്യുക, ഭയവും ഒക്കെ. കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയവും എല്ലാം ഉണ്ടായി. ഒരു പക്ഷേ ഇദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഇനി എന്താ? നമ്മുടെ ഇന്നത്തെ കാലത്ത് പറയുന്ന പോലെ കട്ടപ്പുക എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ഭയവും ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ കാണും. അവൻ ജീവിച്ചിരിക്കുമ്പം ചെയ്ത ചതി അത് ഇനി അവൻ്റെ ശിഷ്യന്മാരത് കട്ടോണ്ട് പോയിട്ട് മരിച്ച ഒരാളിൻ്റെ വിലാപ്പുറത്ത് കുത്തി അവൻ്റെ മരണം ഉറപ്പാക്കുകയൊക്കെ ചെയ്ത ഇദ്ദേഹത്തെ തിരിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് ജീവിപ്പിക്കാൻ ആരാ? ഈ ശിഷ്യന്മാർ വല്ലോ ദൈവമോ വല്ലോ ആണോ? അവരെ ആരെയും കാണാൻ പോലും ഇല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു കഴിവുമില്ലാത്ത അവർക്കില്ലാത്ത ഒരു സാഹചര്യമാണ് അതെന്ന് നമുക്കറിയാമല്ലോ. അവർ ഉയർത്തെഴുന്ന ചതി ഭയങ്കരമായി പോകും. എത്ര വ്യക്തമായിട്ട് ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ, എനിക്ക് ആ വാക്ക് വളരെ ഹർട്ട് ചെയ്തു. യജമാനനെ ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഓർമ്മ വരുന്നു. അവൻ്റെ ശിഷ്യന്മാർ മോഷ്ടിച്ച് മരിച്ചോ എന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തെ ചതിവിനെയും മുമ്പത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നത്. പീലാത്തോസ് കാവൽക്കൂട്ടത്തെ കൊടുത്തു, നമുക്കറിയാം 16 സോൾജേഴ്സിനെ എങ്ങാണ്ട് കൊടുത്ത് ഷിഫ്റ്റ് വെച്ചത് നോക്കാനായിട്ട് അവരെ കൊടുത്തു, മുദ്ര കാവൽക്കൂട്ടത്തെ നിർത്തി ഉറപ്പാക്കി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പല മനുഷ്യരും മനസ്സ് കൊട്ടിയടയ്ക്കുന്നത്. ഒരു കാരണവശാലും പോകത്തില്ല, ഒരു കാരണവശാലും ഇത് വിശ്വസിക്കത്തില്ല. ഈ പ്രസംഗം, ഇവരൊക്കെ എന്തൊക്കെ പ്രസംഗം കേട്ടാലും ഇതൊക്കെ കേട്ടാലും ഞാൻ അനങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സടച്ചുറപ്പാക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സടച്ചുറപ്പാക്കും. ഇല്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിനെ ഞാൻ ഓർക്കാറുണ്ട്. ഞാനിങ്ങനെ കയറി വരികയും ഇറങ്ങുകയും ചെയ്യുമ്പം കൈ ഉയർത്തി ശപിക്കും, എന്ത് വന്നാലും ഈ നശിച്ച കൂട്ടത്തിൽ ഞാൻ പോകത്തില്ല എന്ന് എന്നെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ആ പിതാവ് വിശ്വാസിയായി 10-20 വർഷം ഒരു ദൈവമകനായിട്ട് ജീവിച്ച് നല്ല നിലയിൽ ഒരു ദൈവപൈതലായിട്ട് തന്നെ ഈ ലോകം വിട്ടുപോകാനിടയായി. ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ നമുക്ക് കാണാം,
കർത്താവിൻ്റെ ആ മരണത്തിങ്കൽ ശതാധിപൻ പറയും അവൻ ദൈവപുത്രനായിരുന്നു. അത് എത്രയോ പേര് ഇതുപോലെ കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഡിസ്പ്രൂവ് ചെയ്യാൻ പോയിട്ട് അവർക്കത് കഴിയാതെ വന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. നോക്കിയാട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കട്ടെ.